ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് പഴംബോണ്ടയാണ്. നമ്മൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് പഴംബോണ്ട തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു നേന്ത്രപ്പഴം, 1 കപ്പ് ശർക്കര, ഗോതമ്പ് മാവ് 1 കപ്പ്, മൈദ മാവ് 3/4 കപ്പ്, 1/4 കപ്പ് റവ, ആവശ്യത്തിന് ഏലക്കായ. നമ്മളിവിടെ നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാവിലേക്ക് ഉടച്ച് ചേർക്കണം. അതുകൊണ്ട് തന്നെ എത്ര പഴുക്കുന്നോ അത്രയും നമുക്ക് പഴം വേഗം മാവുമായിട്ട് യോജിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നല്ല പോലെ പഴുത്ത പഴമാണ് നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. പഞ്ചസാര നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവ്, അതുപോലെ റവയും ചേർക്കുകയാണ്. റവ നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ മൈദ കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിതിലേക്ക് ശർക്കര, ഏലക്കായപ്പൊടി എന്നിവ ചേർക്കുന്നു. എന്നിട്ട് ഈ മാവ് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്താണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ എള്ള് ചേർക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള കളറുള്ള വെളുത്ത എള്ളാണ്. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം നമ്മളിത് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾ വളരെ കുറച്ചായിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കാരണം ഇത് വളരെ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ ബോളാക്കി ഇത് ചെയ്യുന്നത്. ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ് പഴംബോണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.